പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം തുടരുകയാണ്. ട്രിനിഡാഡിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അർജന്റീനയിലേക്ക് യാത്ര തിരിച്ചു. ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയിലെ സന്ദർശനത്തിനിടെ രാജ്യത്തെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് വിനീത വിജിയാണ് ചേരുന്നത്. ഗുഡ് മോർണിംഗ് വിനീത. ട്രിനിഡാഡിലെ സന്ദർശനം വളരെ ഊഷ്മളമായ ഒന്നായിരുന്നു. അവിടുത്തെ ഏറ്റവും പരമോന്നതമായ ബഹുമതി പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ഇനി അർജന്റീനയിലേക്കാണ്. ട്രിനിഡാഡിൽ നിരവധി കരാറുകൾ ഒപ്പുവെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇനി അർജന്റീനയിലും നിരവധി സഹകരണ ചർച്ചകളും കരാറുകളും, പ്രത്യേകിച്ച് ഈ ലിഥിയം ഉപയോഗവുമായി ബന്ധപ്പെട്ട സഹകരണമൊക്കെ വരാനിരിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രിനിഡാഡ് ടൊബാഗോയിലെ സന്ദർശനം പ്രധാനമന്ത്രി പൂർത്തിയാക്കിയിരിക്കുന്നു. 2 ദിവസത്തെ സന്ദർശനമായിരുന്നു ആ രാജ്യത്തുണ്ടായിരുന്നത്. അവിടെ നിരവധി കരാറുകളിലടക്കം ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയും പ്രധാനമന്ത്രിക്ക് രാജ്യം നൽകി ആദരിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് ഭീകരവാദം മനുഷ്യവംശത്തിന്റെ തന്നെ ശത്രുവെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഭീകരവാദത്തിനെതിരെ ആഗോള സമൂഹം ഒറ്റക്കെട്ടായി നിലകൊള്ളണമെന്നും പ്രധാനമന്ത്രി ട്രിനിഡാഡിൽ പറഞ്ഞിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പം നിന്നതിന് ട്രിനിഡാഡിലെ ജനങ്ങൾക്ക് നന്ദിയെന്നും പ്രധാനമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കായികം, സാംസ്കാരിക വിനിമയം, നയതന്ത്ര പരിശീലനം എന്നിവയുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തെ പരമോന്നത ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി റിപ്പബ്ലിക് ഓഫ് ട്രിനിഡാഡ് ടൊബാഗോ പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. ആ രാജ്യത്തെ ഏറ്റവും വലിയ ബഹുമതിയാണത്. ട്രിനിഡാഡിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി അർജന്റീനയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹം ഇന്ന് വൈകിട്ടോടുകൂടി അർജന്റീനയിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിരവധി കരാറുകളിൽ ഒപ്പുവെക്കാനും ഒപ്പം തന്നെ നിലവിലെ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത് കൂടാതെ തന്നെ ട്രിനിഡാഡിലെ ടൊബാഗോയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ത്യ ചില സഹായങ്ങൾ കൂടി, ചില പ്രഖ്യാപനങ്ങൾ കൂടി നൽകിയിരിക്കുകയാണ്. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് 2000 ലാപ്ടോപ്പുകൾ നൽകുമെന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. ആ വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ നൽകുന്നതിന് പുറമെ തന്നെ ആരോഗ്യ മേഖലയിൽ ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഈ കൃത്രിമ അവയവങ്ങൾ ഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകളടക്കം സംഘടിപ്പിക്കുമെന്നാണ് വാഗ്ദാനം. ശരി, പ്രധാനമന്ത്രി അർജന്റീനയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മോദിയുടെ വിദേശ പര്യടനം തുടരുകയാണ്.